Hi all, welcome to Sapphire Future Academy's Board Booster series. Today we are going to discuss the part 6 of haloalkanes and haloarenes. So in the last class we have discussed about the mechanism of nucleophilic substitution reactions, which are SN1 type and SN2 type. So in this class we are going to discuss the optical activity of these mechanisms. During SN1 and SN2 reactions, there is a change in optical activity. That is, we are going to discuss in this class. Okay. So, ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്നറിയണം. Then optical activity ഉണ്ടാവാൻ വേണ്ട കണ്ടീഷൻസ് എന്താണെന്ന് അറിയണം. അതിനുശേഷമാണ് നമ്മൾ SN1, SN2 ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ടു ലൈറ്റ് വരുന്ന ടേം ആണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ദാറ്റ് ഈസ് ഒരു കോമ്പൗണ്ടിലേക്ക് നമ്മൾ ലൈറ്റ് പാസ് ചെയ്യിച്ചു കഴിയുമ്പോൾ ആ കോമ്പൗണ്ടിലൂടെ കയറി ഇറങ്ങി വരുന്ന ലൈറ്റിന്റെ പാത്തില് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് പറയുന്നതാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ 2-bromobutane ഏതെങ്കിലും ഒരു കോമ്പൗണ്ട്, ഒരു ഹാലോ ആൽക്കെയിൻ എടുത്തിട്ട് അതിന്റെ സൊല്യൂഷൻ എടുക്കുന്നു. ഓക്കെ, ഈ സൊല്യൂഷനിലേക്ക് ലൈറ്റിനെ പാസ് ചെയ്യിക്കുന്നു. അപ്പോ ഈ സൊല്യൂഷനിലൂടെ ലൈറ്റ് കയറി എമർജ് ഔട്ട് ചെയ്യുന്ന ലൈറ്റ് റേസിനെ ഒബ്സർവ് ചെയ്യുക, പുറത്തേക്ക് വരുന്ന ലൈറ്റ് റേസിനെ ഒബ്സർവ് ചെയ്യുക. അപ്പോ കയറി ഇറങ്ങിയതുപോലെ തന്നെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ദർ ഈസ് നോ ഡീവിയേഷൻ ഇൻ ദയർ പാത്ത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പറയും ഈ ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, ദാറ്റ് ഈസ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് യാതൊരു റിലേഷനും ഇല്ല എന്ന് പറയും. ഓക്കെ, ദെൻ ഇഫ് ഇങ്ങനെ വന്ന ലൈറ്റ് സൊല്യൂഷൻ ഉള്ളിലൂടെ കയറി പുറത്തേക്ക് വരുമ്പോ പാത്തിന് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ലൈക്ക് ദിസ് ഓർ ലൈക്ക് ദിസ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈ കോമ്പൗണ്ടിന് ലൈറ്റുമായിട്ട് എന്തോ ഒരു റിലേഷൻ ഉണ്ട്. ആൻഡ് ആ റിലേഷനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് വിളിക്കുക. ഒരു കോമ്പൗണ്ടിലൂടെ ലൈറ്റ് പാസ് ചെയ്തു പോകുമ്പോൾ ആ പാത്തിലെ ഡീവിയേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസിലും ആ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് പറയും. ലൈറ്റുമായിട്ട് എന്തോ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് പറയും. ഫസ്റ്റ് കേസിൽ പാത്തിൽ യാതൊരു ചേഞ്ചും ഇല്ല എന്ന് പറഞ്ഞാൽ ലൈറ്റുമായിട്ട് യാതൊരു റിലേഷനും ആ കോമ്പൗണ്ടിൽ ഇല്ല, നമ്മൾ അതുകൊണ്ട് പറയും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് പറയും. അപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വേണ്ട, പാത്തിൽ ഡീവിയേഷൻ വരുന്നില്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട. പാത്തിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഡീവിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു അതിന്റെ നോർമൽ പാത്ത് അല്ലെ. ഈ നോർമൽ പാത്തിൽ നിന്ന് അതിതാ ഇത്രയും ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുവാണെങ്കിലും ഈ പാത്തിൽ നിന്ന് അത് ഇത്രയും ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ പറയും പാത്തിൽ നിന്ന്, ആ ഒറിജിനൽ പാത്തിൽ നിന്ന് അതെങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു, ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. എത്രയോ ഡിഗ്രി, തീറ്റ എന്ന് വിളിക്കാം, നമുക്ക് ആംഗിൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തീറ്റ എന്ന് വിളിക്കാം. തീറ്റ ഡിഗ്രി ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തു, പാത്ത് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇൻ ദിസ് കേസ് പാത്ത് ഒറിജിനൽ പാത്തിൽ നിന്ന് തീറ്റ ഡിഗ്രി റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തു എന്ന് പറയാം. അപ്പോ കോമ്പൗണ്ട്സ് രണ്ട് ടൈപ്പ് ഉണ്ടാവാം. പാസ് ചെയ്ത് പോകുന്ന ലൈറ്റിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഉണ്ടാവാം. ചില കോമ്പൗണ്ട്സിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് പോരുമ്പോ ലൈറ്റിനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സും ഉണ്ടാവാം. ഓക്കെ, ഒരു കോമ്പൗണ്ടിന് ഒരു ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ, രണ്ട് ഡയറക്ഷനിലേക്കും കൂടി റൊട്ടേഷൻ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് ഒന്നില്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യിക്കുക കേട്ടോ. അപ്പൊ ഇതിൽ ഏത് ടൈപ്പ് ആക്ടിവിറ്റിയാണ് അത് കാണിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് കോമ്പൗണ്ടുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോമ്പൗണ്ട് എന്നും ലീവോ റൊട്ടേറ്ററി കോമ്പൗണ്ട് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് ലീവോ റൊട്ടേറ്ററി കോമ്പൗണ്ട്സ് എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഒറിജിനൽ ലൈറ്റിന്റെ പാത്തിനെ റൈറ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും
ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ഡെക്സ്ട്രോ ഇതിൽ ആറുണ്ട്, അത് ഓർത്താൽ മതി. ഡെക്സ്ട്രോ റൊട്ടേറ്ററി, റൈറ്റിലേക്കാണ് കോമ്പൗണ്ട് ലൈറ്റിനെ ഡീവിയേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് വിളിക്കും. ഈ ചില കോമ്പൗണ്ട്സിൽ കൂടി ലൈറ്റ് പാസ് ചെയ്ത് പോരുമ്പോൾ അത് ലെഫ്റ്റിലേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലീവോ, കണ്ടോ ലീവോ എല്ലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ലീവോ, ലീവോന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, LAEVO ആണ്, ലീവോ റൊട്ടേറ്ററി കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയുടെ ബേസിസിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോമ്പൗണ്ട്സ് എന്നും ലീവോ റൊട്ടേറ്ററി കോമ്പൗണ്ട്സ് എന്നും. ഏത് കോമ്പൗണ്ട്സ് ആണോ ലൈറ്റിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് അതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് അതിനെ നമ്മൾ ലീവോ റൊട്ടേറ്ററി എന്നും, ഏത് കോമ്പൗണ്ട്സ് ആണോ ലൈറ്റിനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് അതിനെ നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോമ്പൗണ്ട്സ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോ ഇനി ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു നോർമൽ ലൈറ്റ് അല്ല കേട്ടോ, അതുകൂടി ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ വരച്ചപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ ലൈറ്റിന്റെയും ഡയറക്ഷൻ ഞാൻ ഒരുപോലെ കൊടുത്തേ, ഒരു ബീമാണ്, ഒരു സെയിം ഡയറക്ഷനിൽ ഒരു ബീമാണ് നമ്മൾ കോമ്പൗണ്ടിനുള്ളിലൂടെ പാസ് ചെയ്യിക്കുന്നത്. ബട്ട് സൺലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് സ്കാറ്റേഡ് ആണ്, അതിന് എല്ലാ ഡയറക്ഷനിലേക്കും റിഫ്ലക്ഷൻ ഉണ്ടാവും, എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് റേസ് ഉണ്ടാവും. അങ്ങനെ ഒരു ലൈറ്റിനെ നമ്മൾ ഇതിൽ കൂടി പാസ് ചെയ്യിച്ചാൽ നമുക്ക് അത് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുന്നേ, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഈ നോർമൽ റേസിനെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ദാറ്റ് ഈസ് നിക്കോൾ പ്രിസം. നിക്കോൾ പ്രിസം ഈ ലൈറ്റ് റേസിനെ ഈ നിക്കോൾ പ്രിസത്തിലൂടെ കടത്തിവിടും. ആ പ്രിസത്തിലൂടെ കയറി ഇറങ്ങി വരുമ്പോ ഈ സ്കാറ്റേർഡ് ലൈറ്റ് നോർമൽ റേസ് ആയിട്ട് എല്ലാവരും ഒരേ ഡയറക്ഷനിലേക്ക് അലൈൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഒരു പ്ലെയിനിലേക്ക്, ഒരു ഡയറക്ഷനിലേക്ക് എല്ലാ റേസും ഇതേപോലെ സ്കാറ്റേർഡ് ആയിട്ട് നിന്നിരുന്ന റേസ് നിക്കോൾ പ്രിസത്തിൽ കൂടി കയറി ഇറങ്ങി വരുമ്പോ ഒരേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ ലൈറ്റ് റേസിനെയാണ് നമ്മൾ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എമർജ് ഔട്ട് ചെയ്യുന്ന റേസിനാണ് ഡീവിയേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ആ ഡീവിയേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ഇപ്പുറത്തൊരു പൊളാരിമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ് വെക്കുന്നത്. പൊളാരിമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിൽ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, അത് ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ എന്ന് കാണിച്ചു തരും. ഓക്കെ, പ്ലസ് ആയിട്ട് ഇപ്പോ പാത്ത് ഇങ്ങനെ വന്നു, എന്നിട്ട് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോയ ലൈറ്റ് എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്തത്, റൈറ്റ് സൈഡിലേക്കാണ് റൊട്ടേറ്റ് ചെയ്തത് അല്ലെ. അപ്പൊ ഈ ഡിഗ്രി കിട്ടുന്നത് പോസിറ്റീവ് ആയിട്ടായിരിക്കും. റൈറ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡിഗ്രി ആംഗിൾ കിട്ടുന്നത് പോസിറ്റീവ് ആയിട്ടായിരിക്കും. അപ്പൊ ഞാൻ പറയുകയാണ് ഒരു +30 ഡിഗ്രി എന്ന് പൊളാരിമീറ്റർ കാണിച്ചാൽ ഈ പ്ലസിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റൈറ്റ് ആണെന്ന്. ഓക്കെ, ഇനി അതേ സമയത്ത് ഈ കോമ്പൗണ്ടിലൂടെ ലൈറ്റ് പാസ് ചെയ്തു, പുറത്തേക്ക് വന്ന ലൈറ്റ് ഇങ്ങോട്ടാണ് പോയതെങ്കിൽ ഒറിജിനൽ പാത്തിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്തത്. അപ്പൊ അതൊരു -40 ഡിഗ്രിയാണ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ലെഫ്റ്റിലേക്കാണെങ്കിൽ മൈനസ് ആയിട്ടായിരിക്കും കിട്ടുക, -40 ഡിഗ്രി. ഈ മൈനസ് കിട്ടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലീവോ റൊട്ടേറ്ററി ആണെന്ന്. എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ 40. ഓക്കെ, അപ്പൊ ഡെക്സ്ട്രോ റൊട്ടേറ്ററിയെ നമുക്ക് പ്ലസ് സൈൻ ഇട്ടും ലീവോ റൊട്ടേറ്ററിയെ നമുക്ക് മൈനസ് സൈൻ ഇട്ടും കാണിക്കാം. എത്ര ഡിഗ്രി ഡീവിയേറ്റ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി, ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടോ, എത്ര ഡിഗ്രി ഡീവിയേറ്റ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് പൊളാരിമീറ്റർ. ഓക്കെ, ഇനി അതിലേക്ക് പാസ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിലേക്ക് റേസ് ഉള്ള ലൈറ്റ് ആയിരിക്കണം. ആ ലൈറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോർമൽ ലൈറ്റിനെ നിക്കോൾ പ്രിസത്തിലൂടെ പാസ് ചെയ്യിച്ചിട്ടാണ്. ഈ ലൈറ്റിന്റെ പേരാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയെ കുറിച്ച് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് സമ്മറൈസ് ചെയ്ത് നോക്കാം. ഒരു കോമ്പൗണ്ട് ലൈറ്റുമായിട്ട് റിലേഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേം ആണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെയാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉപയോഗിക്കുക? നമ്മൾ നോർമൽ ലൈറ്റിനെ നിക്കോൾ പ്രിസത്തിൽ കൂടി പാസ് ചെയ്യിക്കുമ്പോൾ എല്ലാ ലൈറ്റും ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്ത പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് നമുക്ക് കിട്ടും. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കോമ്പൗണ്ടിലേക്ക് പാസ് ചെയ്യിക്കാം. ആ കോമ്പൗണ്ടിലൂടെ കയറി ഇറങ്ങി വരുമ്പോ ഈ ലൈറ്റിന്റെ പാത്തിന് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ആ പാത്ത് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മൾ എടുത്ത കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് പറയാം.
ഇനി ഒരു ഡീവിയേഷൻ ഇല്ലാതെ നേരെ തന്നെ കയറി ഇറങ്ങി പോകുവാണെങ്കിൽ ദാറ്റ് കോമ്പൗണ്ട് ഈസ് ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ്. ഓക്കെ, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ എനി ഡീവിയേഷൻ ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി പാത്ത് ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പൊ ആ ഡീവിയേഷൻ അനുസരിച്ച് നമുക്ക് കോമ്പൗണ്ട്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്നും ലീവോ റൊട്ടേറ്ററി എന്നും ഡിവൈഡ് ചെയ്യാം. കോമ്പൗണ്ടിലൂടെ കയറി ഇറങ്ങി വരുമ്പോൾ ലൈറ്റ് റൈറ്റ് സൈഡിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് വിളിക്കും. അത് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് പൊളാരിമീറ്റർ. അതിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടൊരു ഡിഗ്രി ഡീവിയേഷൻ കാണിച്ചു തരും. അപ്പൊ ഡെക്സ്ട്രോ റൊട്ടേറ്ററിയെ നമ്മൾ പ്ലസ് ആംഗിൾ ഇട്ടിട്ടാണ് കാണിക്കുക. നമ്മൾ ആ കോമ്പൗണ്ടിന്റെ ഫ്രണ്ടിലും പ്ലസ് സൈൻ ഇട്ട് കൊടുത്താണ് ആ കോമ്പൗണ്ടിനെ എഴുതുക ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ദെൻ അതുപോലെ ഒരു കോമ്പൗണ്ടിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ പാത്തിന് ലെഫ്റ്റിലേക്കാണ് റൊട്ടേഷൻ ഉണ്ടായതെങ്കിൽ അതിനെ നമ്മൾ ലീവോ റൊട്ടേറ്ററി എന്ന് വിളിക്കും. അത് പൊളാരിമീറ്ററിൽ നെഗറ്റീവ് ആയിട്ടായിരിക്കും ആംഗിൾ കാണിച്ചു തരിക. അതുകൊണ്ട് ലീവോ റൊട്ടേറ്ററിയുടെ ഫ്രണ്ടിൽ നമ്മൾ മൈനസ് സൈൻ ഇട്ടിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ, ഇത്രയുമാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഓക്കെ, ഇനി ഈ ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും ലീവോ റൊട്ടേറ്ററിയും നമുക്ക് ഐസോമേഴ്സ് എന്ന് വിളിക്കാം. കാരണം ഈ ഒരു കോമ്പൗണ്ട് ഇപ്പൊ 2-bromobutane ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. നമ്മൾ എടുത്തു വെക്കുമ്പോൾ രണ്ടും 2-bromo, ഇപ്പോ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ടുള്ള 2-bromobutane എടുത്താലും ലീവോ റൊട്ടേറ്ററി ആയിട്ടുള്ള 2-bromobutane എടുത്താലും ആ രണ്ട് കോമ്പൗണ്ട്സിനും വേറെ ഒരു പ്രോപ്പർട്ടീസിലും യാതൊരു ചേഞ്ചും ഇല്ല. ലൈക്ക് മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, കെമിക്കൽ റിയാക്ഷൻ, ഇതെല്ലാം ആ രണ്ട് സെറ്റ് ഓഫ് കോമ്പൗണ്ടും ഒരേപോലെ തരും. അവര് തമ്മിൽ എന്തൊരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ? ലൈറ്റിനെ പാസ് ചെയ്യിക്കുന്ന, ഡീവിയേറ്റ് ചെയ്യിക്കുന്ന കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും, മോളിക്കുലർ മാസും, മെൽറ്റിംഗ് പോയിന്റും, ഡെൻസിറ്റിയും, കെമിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള പെയേഴ്സ് നമ്മൾ എഴുതുമ്പോൾ ഒരുപോലെ ആയിരിക്കും. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒരുപോലെ ആയിരിക്കും, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒരുപോലെ ആയിരിക്കും, ബട്ട് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള പെയർസിനെ, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് ലീവോ റൊട്ടേറ്ററി പെയറിനെ നമ്മൾ വിളിക്കുന്നതാണ് എനാൻഷ്യമേഴ്സ്. അപ്പൊ ഒരു കോമ്പൗണ്ടിൽ തന്നെ രണ്ടാൾക്കാരും ആവാം, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആവാം, ലീവോ റൊട്ടേറ്ററി ആവാം. ഓക്കെ, അത് രണ്ടും രണ്ട് കോമ്പൗണ്ട്സ് ആയിരിക്കും. എഴുതുമ്പോൾ ഒരുപോലെ ഇരിക്കുമെങ്കിലും നമ്മൾ അവരെ രണ്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ബിക്കോസ് ദേ ഹാവ് ഡിഫറൻസ് ഇൻ ദെയർ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. അപ്പൊ ഒരെണ്ണം +2-bromobutane എഴുതിയാൽ അടുത്തത് -2-bromobutane എഴുതും. രണ്ടും രണ്ടാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഒന്നാണെങ്കിലും അവർ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരും രണ്ട് കോമ്പൗണ്ട്സ് ആണ്. അങ്ങനെയുള്ളവരെല്ലാം നമ്മൾ ഐസോമേഴ്സ് എന്ന് വിളിക്കാം. ഇവിടെ സ്പെസിഫിക്കലി നമ്മൾ അവരെ വിളിക്കും എനാൻഷ്യമേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ അതിനെ നമുക്ക് ഡെക്സ്ട്രോ എന്നും ചിലപ്പോൾ വിളിക്കാം, അല്ലെങ്കിൽ ലീവോ എന്നും വിളിക്കാം. രണ്ട് പെയേഴ്സ് ഒരു കോമ്പൗണ്ടിന് തന്നെ വരാം. ഓക്കെ, ഇനി എങ്ങനെ മനസ്സിലാക്കും ആ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന്? അപ്പൊ അതിനൊരു കണ്ടീഷൻ ഉണ്ടാവും അല്ലെ? എങ്ങനത്തെ കോമ്പൗണ്ട്സ് ആണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകുന്നത്, എങ്ങനത്തെ കോമ്പൗണ്ട്സ് ആണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആകുന്നത്, അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകാൻ വേണ്ട മിനിമം കണ്ടീഷൻ ആണ് മോളിക്കുലാർ അസിമെട്രി അല്ലെങ്കിൽ മോളിക്കുലാർ കൈറാലിറ്റി. മോളിക്കുലാർ അസിമെട്രി അല്ലെങ്കിൽ മോളിക്കുലാർ കൈറാലിറ്റി, ദാറ്റ് ഈസ് നമ്മുടെ കോമ്പൗണ്ട് ഇപ്പൊ 2-bromobutane ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതിന് തന്നെ ഡെക്സ്ട്രോ റൊട്ടേറ്ററി 2-bromobutane ആവാം, ലീവോ റൊട്ടേറ്ററി 2-bromobutane ആവാം. ബാക്കി എല്ലാ കാര്യത്തിലും അവർ ഒരുപോലെയാണെങ്കിലും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, +2-bromobutane എന്ന് എഴുതാം. അടുത്ത സെറ്റിന് -2-bromobutane എന്ന് എഴുതാം. പ്ലസ് എന്ന് എഴുതുന്നത് ഡെക്സ്ട്രോയും മൈനസ് എന്ന് എഴുതുന്നത് ലീവോ റൊട്ടേറ്ററി കോമ്പൗണ്ടും ആയിരിക്കും. ഈ രണ്ടെണ്ണത്തിനെയും കൂടി ചേർത്ത് ഒരു പെയർ ആണെങ്കിൽ ആ പെയറിനെ വിളിക്കുന്ന പേരാണ് എനാൻഷ്യമേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നിർത്തിയതാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് 2-bromobutane ഇങ്ങനെ പ്ലസും മൈനസും രണ്ട് വെറൈറ്റീസ് തരുന്നു അത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ 2-bromobutane വരയ്ക്കുവാണ്. CH3, CHBr, CH2, CH3. ഇതാണ് 2-bromobutane. ദെൻ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലയോ എന്നറിയാൻ നമ്മൾ ഇതിലെ എല്ലാ കാർബൺ ആറ്റംസിനെയും ചെക്ക് ചെയ്യാം. ആദ്യത്തെ കാർബൺ ഇതാണ്. എല്ലാ കാർബണിനും 4 വാലൻസി വെച്ചുണ്ടാവുമല്ലോ. കാർബണിന്റെ വാലൻസി ആണ് 4. അപ്പൊ എല്ലാ കാർബൺ ആറ്റത്തിനും 4 വാലൻസി ഉണ്ടാവും. ആ 4 വാലൻസിയും ഡിഫറെന്റ് ആണോ സെയിം ആണോ എന്ന് നോക്കാൻ പോവാ നമ്മൾ.
4 വാലൻസി ഡിഫറെന്റ് ആണോ സെയിം ആണോ നോക്കാൻ പോവാണ് നമ്മൾ. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാർബണില് 3 ഹൈഡ്രജൻ ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. പിന്നെ ഒരു സി ബോണ്ട് അല്ലെ, ഒരു ബോണ്ട് സി ആണ്, കാർബൺ ആണ്. അപ്പൊ ഇവിടെ 3 വാലൻസിയും സെയിം ആണ്. നമുക്ക് 4ഉം ഡിഫറെന്റ് ആയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 4ഉം ഡിഫറെന്റ് ആയിരിക്കണം, ഒരെണ്ണമല്ല 4ഉം ഡിഫറെന്റ് ആയിരിക്കണം. അപ്പൊ ആദ്യത്തെ കാർബണിൽ അങ്ങനത്തെ കണ്ടീഷൻ ഇല്ല, 3 ഹൈഡ്രജൻ ആണ്, ഒരെണ്ണം മാത്രം സി ബോണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മളൊന്നും ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഇനി രണ്ടാമത്തെ കാർബൺ നോക്കുക. രണ്ടാമത്തെ കാർബൺ നോക്കുമ്പോ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോണ്ട് ഉണ്ട്, ഈ ബോണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് മീഥൈലുമായിട്ടാണ്. ഓക്കെ, അപ്പൊ അതൊരു ഗ്രൂപ്പ്, ഒരു വാലൻസി സാറ്റിസ്ഫൈഡ് ചെയ്തിരിക്കുന്നത് മീഥൈലാണ്. ഇനി റൈറ്റ് സൈഡിൽ ഒരു ബോണ്ട് ഉണ്ട്, റൈറ്റ് സൈഡിലെ ഈ ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഈഥൈലാണ്. ഓക്കെ, അപ്പൊ ലെഫ്റ്റിലും മീഥൈലും റൈറ്റിലും ഈഥൈലും ആണ്, അപ്പൊ രണ്ടും ഡിഫറെന്റ് ആണെന്ന് മനസ്സിലായി. ദെൻ മൂന്നാമത്തെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഒരു ഹൈഡ്രജൻ ആണ്, അപ്പൊ അതും ഡിഫറെന്റ് ആണ്. ഓക്കെ, ദെൻ നാലാമത്തെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഒരു ബ്രോമിൻ ആണ്, അതും ഡിഫറെന്റ് ആണ്. ദാറ്റ് ഈസ് സെക്കൻഡ് കാർബൺ 4 വാലൻസിയും ഡിഫറെന്റ് ആയിട്ടുള്ള കാർബൺ ആണ്. സെക്കൻഡ് കാർബൺ 4 വാലൻസിയും ഡിഫറെന്റ് ആയിട്ടുള്ള കാർബൺ ആണ്. അങ്ങനത്തെ കാർബണിനെ നമ്മൾ വിളിക്കും കൈറാൽ കാർബൺ അല്ലെങ്കിൽ അസിമെട്രിക് കാർബൺ. കൈറാൽ കാർബൺ അല്ലെങ്കിൽ അസിമെട്രിക് കാർബൺ. ഓക്കെ, അങ്ങനെ ഒരു കാർബൺ എങ്കിലും നമ്മൾ എടുത്ത കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഒരെണ്ണം മതി, എല്ലാവരും ആകണ്ട, ഏതെങ്കിലും ഒരു കാർബൺ എങ്കിലും അസിമെട്രിക് കാർബൺ ആയിരുന്നാൽ മതി. ദാറ്റ് ഈസ് 4 വാലൻസീസും എന്തായിരിക്കണം, ഡിഫറെന്റ് ആയിരിക്കണം. ഒരാറ്റം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, 4 വാലൻസിയും ഡിഫറെന്റ് ആയിരിക്കണം. അങ്ങനെ ഒരു കാർബൺ എങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഓക്കെ, ഇനി അപ്പുറത്തെ കാർബണുകളൊക്കെ നോക്കി. ഇപ്പൊ 2 കാർബണാ പറഞ്ഞത്, മൂന്നാമത്തെ കാർബണിനെ നോക്കിക്കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ റിപ്പീറ്റ് വന്നു, അതുകൊണ്ട് അത് കൈറാൽ അല്ല. നാലാമത്തെ കാർബൺ നോക്കിയാൽ 3 ഹൈഡ്രജൻ റിപ്പീറ്റ് വന്നു, അതുകൊണ്ട് അതും കൈറാൽ അല്ല. ഓക്കെ, അപ്പൊ അതൊന്നും കൈറാൽ അല്ല, ബട്ട് സെക്കൻഡ് കാർബൺ ഇസ് കൈറാൽ. അതിന് നമ്മളിങ്ങനെ ഒരു സ്റ്റാർ കൊടുത്താണ് കാണിക്കുക കേട്ടോ. ഓക്കെ, അസിമെട്രിക് കാർബൺ എന്നും വിളിക്കാം, കൈറാൽ കാർബൺ എന്നും വിളിക്കാം. അപ്പൊ അതുള്ളത് കൊണ്ട് അതിന് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകാം. ഇനി എന്തുകൊണ്ട് കൈറാൽ കാർബൺ വരുമ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകുന്നു അത് നമുക്ക് നോക്കാം. ഇപ്പൊ കൈറാൽ കാർബൺ വരുന്നു. ഇപ്പൊ ഞാൻ അതൊന്നും കൂടി വരയ്ക്കുവാണ്. CH3 CH Br CH2 CH3 ആണല്ലോ നമ്മൾ എഴുതിയത്. അതിൽ ഈ സെക്കൻഡ് കാർബൺ ആണ് കൈറാൽ കാർബൺ എന്ന് മനസ്സിലായി. ഓക്കെ, ആ കാർബണിനെ മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വരയ്ക്കുവാണ്. കാർബൺ, സെക്കൻഡ് കാർബൺ, കൈറാൽ കാർബൺ. ഓക്കെ, അതിന്റെ 4 ബോണ്ടുകളും ടെട്രാഹൈഡ്രലി, 4 വാലൻസി ഉള്ളതുകൊണ്ട് നമുക്ക് ടെട്രാഹൈഡ്രലി വരയ്ക്കാലോ. ആദ്യത്തെ ബോണ്ട് CH3 വരച്ചു ലെഫ്റ്റ് സൈഡില്, റൈറ്റ് സൈഡിൽ ഞാൻ CH2 CH3 വരയ്ക്കാൻ പോവാണ്. ഇനി മുകളിലേക്ക് ഞാൻ, താഴത്തേക്ക് ഞാൻ ബ്രോമിനെ കൊടുക്കുവാണ്, മുകളിലേക്ക് ഞാൻ ഹൈഡ്രജനെ കൊടുക്കുവാണ്. നോക്കിക്കേ, 4 വാലൻസിയും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പോ ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മിറർ ഇമേജ് വരയ്ക്കാൻ പോകുവാണ്. മിറർ ഇമേജ് വരയ്ക്കാൻ പോകുവാണ്. അപ്പൊ മിറർ ഇമേജ് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഇമേജ് മിററിൽ എങ്ങനെയാ കാണുന്നേ? ലെഫ്റ്റ് റൈറ്റിലും കാണും, റൈറ്റ് ലെഫ്റ്റിലും കാണും അല്ലെ? ഓക്കെ, ബോട്ടവും ടോപ്പും മാറില്ല, അതങ്ങനെ തന്നെയായിരിക്കും നിൽക്കുക. അപ്പൊ നമ്മുടെ കോമ്പൗണ്ടിലും മിറർ ഇമേജ് വരയ്ക്കുമ്പോ ടോപ്പ് ആൻഡ് ബോട്ടം പോർഷൻസ് അങ്ങനെ തന്നെ നിർത്താം. ലെഫ്റ്റിൽ കിടക്കുന്ന കോമ്പൗണ്ട്സിനെ റൈറ്റിൽ വരയ്ക്കുക, റൈറ്റിൽ കിടക്കുന്ന കോമ്പൗണ്ട്സിനെ ലെഫ്റ്റിൽ വരയ്ക്കുക. അപ്പൊ നമ്മുടെ മിറർ ഇമേജ് കിട്ടും. അപ്പൊ അതനുസരിച്ച് ഞാൻ ഈ കോമ്പൗണ്ടിന്റെ മിറർ ഇമേജ് വരയ്ക്കാൻ പോവാ. ഇതാണ് ലെഫ്റ്റിൽ കിടക്കുന്നത്, അതിനെ ഞാൻ റൈറ്റിലേക്ക് കൊണ്ടുപോവാണ്, CH3. ഇനി ഇതാണ് റൈറ്റിൽ കിടക്കുന്നത്, അതിനെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാണ്. മുകളിലും താഴെയുള്ളതിന് അങ്ങനെ തന്നെ എഴുതുവാണ്, HBr. ഓക്കെ, അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ മിറർ ഇമേജ് ആണ് ഞാൻ ഈ വരച്ചു വെച്ചേക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിറർ ഇമേജിനെ ഞാൻ റിവേഴ്സ് അടിച്ച് കൊണ്ടുവന്ന് ഈ കോമ്പൗണ്ടിന്റെ മുകളിൽ തന്നെ ഫിറ്റ് ആക്കാൻ പോവാം.
ഈ കോമ്പൗണ്ട് ഞാൻ ബാക്ക് അടിച്ച് കൊണ്ടുവന്ന് ഈ മിറർ ഇമേജിനെ ഇതിന്റെ മുകളിൽ തന്നെ ഫിറ്റ് ആക്കാൻ പോവാ. അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് വരയ്ക്കാൻ പോവാ. ഈ കോമ്പൗണ്ട് ഇതിന്റെ മീതെ ഞാൻ വരയ്ക്കാൻ പോവാ. അപ്പൊ ഇത്തിരി നീക്കി വരയ്ക്കുവാണ് മനസ്സിലാവാൻ വേണ്ടി. സി, ഇതിന് നേരെ ആര് തന്നെ വരും? എച്ച് തന്നെ വരും. ഇവിടെ എന്ത് തന്നെ വരും? ബ്രോമിൻ തന്നെ വരും. ബട്ട് ഇവിടെ വരാൻ പോകുന്നത് CH2 CH3 ആയിരിക്കും. ഇപ്പുറത്ത് വരാൻ പോകുന്നത് CH3 ആയിരിക്കും. ഓക്കെ, അപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ താഴത്തെ കോമ്പൗണ്ടും മുകളിലത്തെ കോമ്പൗണ്ടും കറക്റ്റ് ഫിറ്റ് ആയി എന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. ഈ സൈഡും ഡിഫറെന്റ് ആണ്. അവിടെ ഒരു മിസ്മാച്ചിങ് വരും അല്ലെ? ഇവിടെയും CH3 ഇവിടെയും CH2 CH3 തന്നെയാണെങ്കിൽ മാത്രമേ താഴത്തെ കോമ്പൗണ്ടിലും മുകളിലത്തെ കോമ്പൗണ്ട് കറക്റ്റ് ഫിറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഇതാ എന്റെ ഈ കൈ ഫിറ്റ് ആവുന്നത് പോലെ കണ്ടോ, എല്ലാ ഫിംഗേഴ്സും കറക്റ്റ് ഫിറ്റ് ആവും. ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇവിടെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ്, ഇവിടെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് ഫിറ്റ് ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ്ലി ഫിറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണോ എന്ന് നോക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മിറർ ഇമേജിനെ വിളിക്കുന്ന പേരാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. നോൺ സൂപ്പർ ഇമ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫിറ്റ് ആയാൽ ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്തു എന്ന് പറയും. ഈ കൈയും ഇരിക്കുന്ന പോലെ ഇരുന്നാൽ we can say that these two are super imposable. സൂപ്പർ ഇമ്പോസ് ചെയ്തു എന്ന് പറയും. ഓക്കെ, ബട്ട് ഇവരെ സൂപ്പർ ഇമ്പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് എന്ന് വിളിക്കാം. ഈ കോമ്പൗണ്ടും സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ലെഫ്റ്റിലെയും റൈറ്റിലെയും കോമ്പൗണ്ട്സിന് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അവർ കറക്റ്റ്ലി ഫിറ്റ് ആവില്ല. therefore these mirror images are non super impossible. ഓക്കെ, അങ്ങനത്തെ ഒരു മിറർ ഇമേജ് കിട്ടുവാണെങ്കിൽ ഷുവർലി ആ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ കൈറാൽ കാർബൺ ഉണ്ടാവണം. ആ കൈറാൽ കാർബൺ വെച്ച് വരയ്ക്കുന്ന കോമ്പൗണ്ടിന്റെ മിറർ ഇമേജ് വരച്ചാൽ ആ രണ്ട് മിറർ ഇമേജും നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കണം. then we can say that the compound should be optically active. ആ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും ഉറപ്പാണ്. ഓക്കെ, അപ്പോ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് കിട്ടണം എന്നുള്ളതാണ് എസെൻഷ്യൽ കണ്ടീഷൻ. മിറർ ഇമേജസ് വരച്ചു നോക്കുമ്പോൾ അത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആവണം എന്നുള്ളതാണ് എസെൻഷ്യൽ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോ കറക്റ്റ്ലി ഫിറ്റ് ആകുന്നില്ലെങ്കിൽ അതിന്റെ മീനിങ് കറക്റ്റ്ലി ഫിറ്റ് ആകുന്നില്ലെങ്കിൽ അതിന്റെ മീനിങ് ഈ കോമ്പൗണ്ട് അല്ല ഈ കോമ്പൗണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ എഴുതുമ്പോഴും ഒക്കെ അറ്റംസ് ഒക്കെ സെയിം ആണെങ്കിലും അവരുടെ അറേഞ്ച്മെന്റിൽ ഡിഫറൻസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും കോമ്പൗണ്ട്സിന്റെ അറേഞ്ച്മെന്റിന് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ വരച്ചിരിക്കുന്ന കോമ്പൗണ്ട് അല്ല ആ കോമ്പൗണ്ട്. ഇത് രണ്ടും ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ആണെന്നാണ് മീനിങ്. മിറർ ഇമേജ് വരയ്ക്കുമ്പോൾ ഒരുപോലെ കിട്ടുവാണെങ്കിൽ അത് ഒന്നാണ്, പക്ഷെ ഡിഫറെന്റ് ആയതുകൊണ്ട് ഈ കോമ്പൗണ്ട് അല്ല ഈ കോമ്പൗണ്ട്. ഇത് രണ്ടും രണ്ട് കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ ഇതിൽ ഒന്ന് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ അടുത്തത് ലീവോ റൊട്ടേറ്ററി ആയിരിക്കും നമുക്ക് ഉറപ്പാണ്. കാരണം മോളിക്യൂൾസ് ആർ അറേഞ്ച്ഡ് ഇൻ ഓപ്പോസിറ്റ് സൈഡ്. അതുകൊണ്ട് ലൈറ്റിന്റെ ഡീവിയേഷനിലും അവർ ഓപ്പോസിറ്റ് ബിഹേവിയർ കാണിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് എസെൻഷ്യൽ കണ്ടീഷൻ. അപ്പൊ മിറർ ഇമേജ് ഉണ്ടെങ്കിൽ, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ടെങ്കിൽ അവർ രണ്ടും രണ്ടായിരിക്കും. രണ്ടും രണ്ടാണെങ്കിൽ ഒരെണ്ണം ഡെക്സ്ട്രോയും ഒരെണ്ണം ലീവോയും ആയിരിക്കും ഉറപ്പാണ്. ബിക്കോസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആർ ഡിഫറെന്റ്, therefore പാത്ത് ഡീവിയേറ്റ് ചെയ്യിക്കുന്നതും ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ എന്താണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിയാക്ഷൻ നടത്തുമ്പോൾ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ഈ പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ റിയാക്ടന്റും പ്രോഡക്റ്റും തമ്മിൽ എന്തെങ്കിലും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി റിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഈ ചാപ്റ്ററിലായതുകൊണ്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെയാണ് പഠിക്കുന്നത്. അത് SN1 നടക്കുമ്പോഴും SN2 നടക്കുമ്പോഴും ഈ പറയുന്ന ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിക്ക് എന്ത് വ്യത്യാസമാണുള്ളതെന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ അതിന് മുന്നേ മനസ്സിലാക്കേണ്ട 3 ടേംസ് ആണ് ഈ ഫിഗറിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് പഠിച്ചിട്ട് വേണം നമുക്ക് അത് SN1 SN2 പോകാൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു കൈറാൽ കോമ്പൗണ്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കേ, ഇത് നടുക്ക് നിൽക്കുന്ന കാർബൺ, ഈ കാർബണിന്റെ ഒരു ബോണ്ട് എക്സ്, അത് ഹാലജൻ. നമ്മൾ ഹാലോ ആൽക്കേനിലെ ഹാലജൻ. ഒരു ബോണ്ട് ഹൈഡ്രോജൻ ആണ്. ദെൻ ഒരു ബോണ്ട് CH3,
ഒരു ബോണ്ട് C2H5. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ വരച്ച 2-bromo-butane തന്നെയാണിത്. 2-bromo അല്ലാന്നുള്ളൂ. അപ്പൊ നമുക്ക് 2-bromo തന്നെ എഴുതാം. 2-bromo-butane. ഇതിലേക്ക് ഞാൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോവാ. അതാണ് Y മൈനസിനെ ഞാൻ ആഡ് ചെയ്യുവാണ് ഈ മീഡിയത്തിലേക്ക്. 2-bromo-butaneലേക്ക് ഞാൻ Y മൈനസിനെ ആഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ Y മൈനസിനെ എനിക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യിക്കാം? ആഡ് ചെയ്യിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നോക്കാം, എക്സ് മൈനസ് പുറത്തേക്ക് പോകണം, എന്നിട്ടാണ് Y മൈനസ് അവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതാണ് രണ്ട് രീതിയിലുണ്ടെന്ന് നമ്മൾ SN1 ഉം SN2 ഉം പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇവിടെ എക്സ് ഈ സൈഡിൽ ഇരിക്കുന്ന ബോണ്ടാണ് അല്ലെ. അപ്പൊ എക്സ് ഇതിലേ പോകുന്നു. വേണമെങ്കിൽ വൈക്ക് അതേ ഡയറക്ഷനിലൂടെ തന്നെ വന്ന് ബോണ്ട് ചെയ്യാം. എക്സ് മൈനസ് പോയിട്ട് അവിടെയാണല്ലോ Y മൈനസ് വരുന്നത്. അപ്പൊ എക്സ് പോയ അതേ ഡയറക്ഷനിൽ തന്നെ വൈക്ക് വന്ന് ബോണ്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഇത്. എക്സ് പോയ അതേ ഡയറക്ഷനിൽ ആര് വന്നു? Y വന്നു. അപ്പൊ എക്സ് ഇരിക്കുന്നതിന് പകരം അതേ ഡയറക്ഷനിൽ അവിടെ ആര് ഇരിപ്പുണ്ട്? Y ഇരിക്കുന്നുണ്ട്. എക്സ് മൈനസ് Y മൈനസ് ആയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ അറേഞ്ച്മെന്റിൽ ഒന്നും റിയാക്ടന്റിൽ നിന്ന് പ്രോഡക്റ്റ് ആയപ്പോ വ്യത്യാസം വന്നിട്ടില്ല. റിയാക്ഷൻ നടന്നു, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്നെങ്കിലും അവിടെ അറേഞ്ച്മെന്റിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പൊ ഈ റിയാക്ഷൻ നടക്കുമ്പോ ഈ കോമ്പൗണ്ട് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിരുന്നെങ്കിൽ ഷുവർ ആയിട്ടും കിട്ടുന്ന പ്രോഡക്റ്റും ഡെക്സ്ട്രോ റൊട്ടേറ്ററി തന്നെയായിരിക്കും. കാരണം അറേഞ്ച്മെന്റ് വ്യത്യാസം വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ കോൺഫിഗറേഷൻ എന്ത് ചെയ്തു? കോൺഫിഗറേഷൻ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൺഫിഗറേഷൻ എന്ന് വിളിക്കുക. അപ്പൊ പ്രോഡക്റ്റ് ഫോം ചെയ്തപ്പോൾ അവർ എന്ത് ചെയ്തു? റീടെൻഷൻ നടത്തി. ആ കോൺഫിഗറേഷൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് റീടെൻഷൻ ഓഫ് കോൺഫിഗറേഷൻ. അപ്പൊ ഞാൻ ആദ്യം കാണിച്ച റിയാക്ഷനിൽ നടന്നിരിക്കുന്നത് റീടെൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിൽ ഒരു ചേഞ്ചും വരില്ല. റിയാക്ടന്റും പ്രോഡക്റ്റും ഒരേ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആയിരിക്കും തരുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് പോയതിന്റെ എക്സ് മൈനസ് ഇതിലെയാണ് പോയത്. Y മൈനസിന് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടി വന്ന് ബോണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എക്സ് ഇതിലേ പോകുന്നു, Y അപ്പുറത്തെ കൂടെയാണ് വന്ന് ബോണ്ട് ചെയ്യുന്നത്. അതാണ് ഇതാ ഇത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതെങ്കിൽ, സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നെങ്കിൽ നമുക്ക് പറയാം അറേഞ്ച്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആയി. എക്സ് ഇരുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ Y ഇരിക്കുന്നത്. അപ്പൊ അറേഞ്ച്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആയി. ദാറ്റ് ഈസ് കോൺഫിഗറേഷൻ ഇൻവേർട്ട് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ പറയും ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടന്നു എന്ന് പറയും. ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടന്നു എന്ന് പറയും. ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ അറേഞ്ച്മെന്റ് മാറിയില്ലേ, അപ്പൊ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയും ഓപ്പോസിറ്റ് ആവില്ലേ. അപ്പൊ ഇത് ഡെക്സ്ട്രോ ആണെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ലീവോ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണെങ്കിൽ റിയാക്ടന്റ് ഡെക്സ്ട്രോ ആണെങ്കിൽ പ്രോഡക്റ്റ് ലീവോ ആയിരിക്കും. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, വൈക്ക് രണ്ട് സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യാം. അതായത് എടുത്തു വെച്ചിരിക്കുന്ന മോളിക്യൂളിൽ ഹാഫ് മോൾസില് സെയിം സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്താൽ പകുതി മോളിക്യൂൾസില് ബാക്ക് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം. അപ്പൊ പകുതി പ്രോഡക്റ്റ് റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ വഴിയും പകുതി പ്രോഡക്റ്റ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ വഴിയും ഫോം ചെയ്യും. അതായത് ഇത് എയും ബിയും അല്ലേ, എയും ബിയും ആയിട്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? അങ്ങനെയാണ് വന്ന് അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് A+B ആയിരിക്കും കിട്ടുക. റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ വഴിയുള്ള പ്രോഡക്റ്റും കിട്ടും, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ വഴിയുള്ള പ്രോഡക്റ്റും കിട്ടും. ഇഫ് Y ഈസ് അറ്റാക്കിംഗ് ഫ്രം ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ്. അതേ സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും പകുതി പകുതി മോളിക്യൂൾസിൽ ഫ്രണ്ട് സൈഡിലും പകുതി പകുതി മോളിക്യൂൾസിൽ ബാക്ക് സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു റേഷ്യോയിലായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെയുള്ള മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്നതാണ്. അപ്പൊ അവിടെ രണ്ട് ടൈപ്പ് കോമ്പൗണ്ട് വന്നു അല്ലെ. അങ്ങനെയുള്ള മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്നതാണ് റസനിക് മിക്സ്ചർ. ഇവരെ റസനിക് മിക്സ്ചർ എന്ന് വിളിക്കാൻ കാരണം പകുതി മോളിക്യൂൾസ് ഡെക്സ്ട്രോ ആണ്, പകുതി മോളിക്യൂൾസ് ലീവോ ആണ്. അപ്പൊ പ്രോഡക്റ്റില് പകുതി ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഉണ്ട്, പകുതി ലീവോ റൊട്ടേറ്ററി മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റിൽ കൂടി നമ്മൾ ലൈറ്റിനെ പാസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിലെ പകുതി ആൾക്കാര് അതിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കും. ലീവോ റൊട്ടേറ്ററി ആയിട്ടുള്ള ആൾക്കാർ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കും. അപ്പൊ ബാക്കി പകുതി ആൾക്കാര് ആ പോയ ലെഫ്റ്റിലേക്ക് പോയ ആൾക്കാരെ തിരിച്ചവിടുന്ന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കും. ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഹാഫ് ഹാഫ്, പകുതി പകുതിയാണ്. പകുതി ഡെക്സ്ട്രോയും പകുതി ലീവോയും ആണ് അതിലിരിക്കുന്നത്. അപ്പോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ക്യാൻസൽ ആയി പോകും. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് അവര്, പക്ഷെ നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും.
there is no change in the path of light during it is passing through racemic mixture. അങ്ങനെയുള്ള മിക്സറിനെ 1:1 റേഷ്യോയിലെ ഡെക്സ്ട്രോ കോമ്പൗണ്ടും ലീവോ കോമ്പൗണ്ടും ഒന്നിച്ചിരിക്കുന്ന മിക്സറിനെ വിളിക്കുന്നതാണ് റെസിമിക് മിക്സ്ചർ. അതിൻ്റെ ഉള്ളിൽ വെച്ച് അവരുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ക്യാൻസൽ ആയി പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് റെസിമൈസേഷൻ. അപ്പൊ ഈ 3 രീതിയിലും നമുക്ക് പ്രോഡക്റ്റ് കിട്ടാം. ഒരു റിയാക്ഷൻ 3 രീതിയിൽ നടക്കാം. റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ വഴി നടക്കാം, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ വഴി നടക്കാം, റെസിമൈസേഷൻ വഴി നടക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു റിയാക്ഷൻ നടത്താനുള്ള ചാൻസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ. ഇനി നമുക്ക് SN1 SN2 ഇതെങ്ങനെ നടക്കുന്നു എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഇതെങ്ങനെ SN1 SN2 അപ്ലൈ ചെയ്യുന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.